ഹലോ നമസ്തേ കപ്പിൾസിന്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എന്താണ് എല്ലാവർക്കും മനസ്സിലേക്ക് കാണും. കേരള സ്റ്റോറി 2 ഗോസ് ബിയോണ്ട് അതിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. കേരള സ്റ്റോറി 1 ഒരുപാട് വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പോയത്. അങ്ങനെ 2 ഇറക്കിയിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങ് പോവാം. ഓക്കെ, കണ്ടു നോക്കാം. ഇൻസ്പയർഡ് ബൈ മെനി ട്രൂ ഇവന്റ്സ്. ഇങ്ങനെയാണ് മറ്റേ പ്രൊഡ്യൂസർ. കേരള സ്റ്റോറി 2 ये ब्याह इलीगल है। पॉक्सो केस है ये। 16 साल रही है। इन पेपर्स के हिसाब से आपकी चूड़ी 18 साल की है। जिंदगी पर बात कर देगा बात में आवाज दे ब्याह। आप नहीं समझे हो पापा? नहीं है। मम्मी पापा को बिना मध्य प्रदेश। अगर तुम्हें नहीं करनी शादी तो रुक जाते हैं, और अगर हम पे भरोसा है या आपको मोहब्बत फैजान से निकाह कबूल है कबूल। सुभान अल्लाह, रिश्ते की बुनियादें रुको हो गए। वो रिश्ते के लाने जिंदगी न लुटा दे। माफ है पैसा नॉट लाइक दैट। കേരള ले देंगे। और वैसे भी मैं इन सब चीजों में बिलीव नहीं करता। बच्चे तो होंगे ना, वो फॉलो करेंगे। मेरा सलीम ऐसा नहीं। हमारा काम है हिंदू लड़कियों को अपना बना। हमारे अचानक आराम ये तो धोखा है। कहाँ गया जो रिलीजन में बिलीव नहीं करता था और कभी नास्तिक नहीं होते। सिस्टम खासकर लोग नास्तिक होते हैं। पर के लाते भी तुमने हमसे प्यार करो कि नहीं करो। नहीं जिंदगी में नहीं करे। बियॉन्ड ह्यूमैनिटी। हम यूनाइटेड नहीं है ना, इसे बात का फायदा उठा रहे എന്തൊരു സിനിമ എന്നെ കാണിച്ചു. എടാ എന്താണ് നടക്കണമെന്ന് അറിയാലോ. बस एक आवाज തൊഴണങ്ങേര് ബീഫ് കഴിക്കൂല. ഇതിലാണ് നമ്മൾ വെയിറ്റ് ചെയ്തത്. നമ്മുടെ സാധനം ഇപ്പോഴാണ് ഓർത്തത്. ബാക്കി നോക്കാം. അല്ല, ഞാൻ ഒരു പീസ് കഴിച്ചിട്ട് വരും. പാവം ബീഫ് കഴിക്കൂല, എന്നാ ബീഫ് കഴിപ്പിക്കണം. ബാബാ പൊറോട്ട ഇല്ലാതെയാണ് ബീഫ് കൊടുക്കണത്. അതുകൊണ്ടായിരിക്കും ഈ ബഹളം ഉണ്ടാക്കി അല്ലേ. കേരള സ്റ്റോറി हमें 3 लड़कियां और लाने हैं। अब के मन की लड़की के 12 लाख में लेते हैं। इंसान लड़की इस पर जो खर्च करो है उसका तुम्हें हाथ नहीं का वसूली कर दो। ഇങ്ങനത്തെ ഒരു സീൻ എമ്പുരാനി വന്നപ്പോഴാണ് കട്ട് ചെയ്ത് കളഞ്ഞത്. ഇതില് കുഴപ്പമില്ല. അതാണ് ആശാൻ അടുപ്പിലും 27 ഫെബ്രുവരി എല്ലാരും കാണണേ. പൊറോട്ടയും ബീഫും കഴിച്ചോണ്ട് കാണണം. അപ്പൊ അതിനൊരു രസം കൂടും. അപ്പൊ നമുക്ക് എന്താണ് പറയാനുള്ളത്? വേറെ ഒന്നും പറയാനില്ല, നീ ഇത് അങ്ങോട്ട് പിടിപ്പിച്ചു. ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ലപോലെ എഗെയിൻസ്റ്റ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്, അത് നല്ല കാര്യമാണ്. ചിലരും പാർട്ടി പോലും നോക്കാതെ ഇതിനെതിരെ പ്രതികരിച്ച് വന്നിട്ടുണ്ട്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ബീഫിന് പ്രൊമോഷൻ കിട്ടിയിട്ടുണ്ട്. വില കൂടിയിട്ടുണ്ട്. 200 രൂപ സാധനം അത്രേ ഉള്ളൂ. മാനവത്തിൽ നാളെ ബീഫ് ഫെസ്റ്റ് വരും. നമ്മള് മനുഷ്യരാണ് ബീഫിന്റെ ആള്. വില കൂട്ടിക്കൊണ്ട് എനിക്കിത് പിന്നെ പിണറായി വിജയൻ ഇട്ടാണ്ടായിരുന്നു. CM പോസ്റ്റ് ഇട്ടാണ്ടായിരുന്നു. തൊപ്പിയൊക്കെ റിയാക്ട് ചെയ്യണുണ്ട്. ഇതാണ് സാധനം. എവിടെ വിദ്വേഷത്തിന്റെ സ്റ്റോറികൾക്ക് ഈ മണ്ണിൽ സ്ഥാനമില്ല എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ ലൈനാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കേരളം നമ്മുടെ അഭിമാനമാണ്, നുണകൾക്കെതിരെ സത്യം ചെയ്യിക്കണം, അതിനായി നാം ഒരുമിച്ച് നിലകൊള്ളണം. ഇത്ര പവർഫുള്ളായിട്ട് എടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ എന്താണ് ഒരു ഷുഗർ കോട്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുകയല്ല. ആൾക്കാരുടെ പേര് എടുത്ത് തന്നെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്.
അത് കൺഗ്രാജുലേഷൻ ആണ്. അതെ. അത് തന്നെ. പിന്നെ എന്താണ് ബീഫിനെ പറ്റി പറയണമെങ്കിൽ ബീഫിനെ പറ്റി പറയാനൊന്നുമില്ല, അടിപൊളി ടേസ്റ്റ്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഒന്ന് കഴിച്ചിട്ട് പറയണം. ട്രെയിലർ എല്ലാവരും കണ്ടു നോക്കണം കേട്ടാ. പറ്റുമെങ്കിൽ ഓരോ ബീഫ് കഴിച്ചോണ്ട് കാണണം. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് പോകും. ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ, ഇങ്ങനെ മടക്കണം, മടക്കി തന്നെ ഒരു പീസ് ഇങ്ങനെ എടുക്കുക ഇങ്ങനെ. ഇത് മനഃപൂർവ്വം കേരളത്തിന് കരിവായിട്ട് തേക്കാനായിട്ട് ചെയ്യുന്നതാണ്. ഇപ്പം പല സ്ഥലങ്ങളിൽ നടന്നു എന്ന് പറയുകയാണ് ട്രെയിലർ കാണിക്കുന്നത്. പക്ഷെ പേര് കേരള സ്റ്റോറി 2 എന്നാണ്. ഒന്നാം വെള്ളം പോലെ എങ്ങനെയുണ്ട് ഇപ്പം എല്ലാ അപ്പം എനിക്ക് പറയാനെന്ന് വെച്ചാലേ നല്ല ബീഫ്. നല്ല ബീഫ്. ഇപ്പം നമ്മൾ ഈ കേരള സ്റ്റോറി 2 ഇറങ്ങുന്ന തിയേറ്ററുകളുടെ ഫ്രണ്ടിൽ ബീഫ് ഫെസ്റ്റ് നടത്തണമെന്ന് പറയും കുറേ പോസ്റ്റുകൾ കണ്ട്. അത് പക്ഷെ ഒരു രീതിയിൽ നോക്കിയാൽ അത് നല്ല പ്രതിഷേധ രീതിയാണ്. പക്ഷേ അത് മറ്റൊരു രീതി നോക്കിയാൽ നല്ല പൈസ കൊടുക്കും. പൈസ അല്ലടാ, അതൊരു കലാപം അത് വെച്ച് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. അതെ തന്നെ, അതെ. നമ്മളെ പിന്നെ അങ്ങനെ നടക്കുന്ന ഒരു സ്ഥലത്ത് എന്തെങ്കിലും അപകടം വേണമെങ്കിൽ വരുത്തി വയ്ക്കാൻ പറ്റും. ഇത് അങ്ങനത്തെ ഒരു തോട്ടം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാണെന്ന് പോലും അറിഞ്ഞുകൂടാ. നമ്മൾ കേൾക്കുമ്പോൾ കൊള്ളാം, നല്ലൊരു മാസമായിട്ട് നല്ലൊരു പ്രതിഷേധമാണ്. എന്താണ് ഇത്രയും ഇങ്ങനത്തെ ഒരു വിദ്വേഷ സിനിമ ഇറങ്ങുന്ന തിയേറ്ററിന്റെ ഫ്രണ്ടിൽ ബീഫ് ഫെസ്റ്റ് നടത്തുന്നു, എല്ലാവരും പോയി കഴിക്കുന്നു. അങ്ങനെ ആൾക്കാർ അല്ല പൈസ കൊടുക്കണം. എടാ എത്ര രൂപ നിനക്ക് അറിയാല്ല. പിന്നെ ഇത് നമ്മളെ 200 ഇത് നല്ല സേഫായിട്ട് നോക്കണമെങ്കിൽ നല്ല പ്രതിഷേധ രീതിയാണ്. പക്ഷെ ഇങ്ങനത്തെ ബാക്കിൽ കറുത്ത കൈകൾ ഉണ്ടാകുന്ന കൂടെ നോക്കണം. ഇത്രേ ഉള്ളൂ, ഇത്രേ പറയാനുള്ളൂ. ബീഫും കൂടെ ചൂടാണ്, ചൂട് ഞാൻ വേർക്കുവാണ് ബീഫ്. അപ്പം ഒരു വെറൈറ്റി ആയിട്ട് ട്രെയിലർ സോറി ഒരു വെറൈറ്റി ആയിട്ട് ട്രെയിലർ റിയാക്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. നമുക്ക് ബാക്കിയും കൂടെ കഴിക്കാനുണ്ട്. കഴിച്ചു തീർക്കട്ടെ. അപ്പൊ നമ്മളെ കേരളം ബീഫ് കഴിച്ച് ആസ്വദിക്കും. ബീഫും പോർക്കും കഴിക്കും, ആർക്കും ഒരു കുഴപ്പമില്ല. അത്ര പറയുള്ളൂ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ പുതിയ ഇത്തരത്തിലുള്ള വിശേഷങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ ഉടനെ വരാം. എൻ്റെ ലൈക്ക് ഇത് എവിടെ നിന്ന് വെച്ചാൽ കുരുമുളക് കുറച്ച് കൂടുതലാണോ എന്നൊരു ഡൗട്ട്.